വീഡിയോ ആരും കാണുന്നില്ല എന്നുള്ള ധൈര്യത്തോടെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്നത്തെയും പോലെ പാലൊക്കെ വാങ്ങിച്ച് ചായ ഉണ്ടാക്കുകയാണ്. പിന്നെ പുട്ടുപൊടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുട്ടുണ്ടാക്കിയിട്ട് അതും പിന്നെ കുറച്ച് റവയും കൂട്ടിയിട്ട് നോർമലായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് റവ വെച്ചിട്ട് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് കുറവ് പോലെ ഇങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കി തേങ്ങയിടാതെ പുട്ട് വേവിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വർഷങ്ങൾ കടന്നു പോവുകയാണ്. വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയൊരു മാറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നാലും അങ്ങ് കഴിഞ്ഞു പോകുന്നു. മഴയൊക്കെയാണ്. ഞാൻ ബാംഗ്ലൂരിലാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ അല്ലറ ചില്ലറ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾ. ബാംഗ്ലൂരിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു. തപ്പി നോക്കണം. ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ആവശ്യത്തിലൊക്കെ ഉണ്ട്. എന്നാൽ തണുപ്പാണോ എന്ന് ചോദിച്ചാൽ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ വല്ലപ്പോഴൊക്കെ കുറച്ച് തണുപ്പ് തോന്നിക്കുമായിരിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ വെറുതെ കോട്ടിട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അത്രയ്ക്ക് നല്ലൊരു കുറച്ച് കോൾഡ് ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എന്താ പറ്റിയെന്നറിയില്ല. പ്രകൃതിയുടെ വികൃതികൾ എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്ലൈമറ്റ് അത്ര സുഖമില്ല ബാംഗ്ലൂരിൽ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, ഈ പെൺകൊച്ചെന്താ മര്യാദയ്ക്ക് പാത്രമൊന്നും കഴുകത്തില്ലേ, പാത്രത്തിന് മണ്ടയിൽ എന്തൊക്കെ വെളുത്ത അടയാളങ്ങളെന്നൊക്കെ. അത് ഞാൻ കഴുകാത്തോണ്ടല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടറാണ്. ഒരു തരം വെള്ള കളറിൽ ഇങ്ങനെ അടയാളം വരും എങ്ങനെ കഴുകി വെച്ചാലും. ഞാനിപ്പോൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മഗ് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ, അതൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞാൻ കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മേലക്കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ച് വെക്കും. ഇല്ലെങ്കിൽ അതുപോലെ ഒരു വൃത്തികെട്ട വെളുത്ത അടയാളം അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ കഴുകിയാൽ പോവുക അതുമില്ല. വല്ല ഗസ്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് എടുത്തിട്ട് വല്ല വെള്ളം കൊടുക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ. അതപ്പോൾ അങ്ങനെ നോർമലായിട്ട് ഞാൻ കുറച്ച് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു എങ്ങനെയാണ് ചായ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. എനിക്കിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. ഏലക്കായും ഇഞ്ചിയും കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിനനുസരിച്ച് കടുപ്പത്തിനനുസരിച്ച് ഒന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ ചായപ്പൊടിയും പിന്നെ പഞ്ചസാര നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ അതിലേക്ക് തീ കുറച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുക്കാറ്. ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കണം വിചാരിച്ചല്ല, പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പാല് വേണമായിരുന്നു. അപ്പോൾ ഞാൻ പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതിൽ 1 ഗ്ലാസും കൂടെ പാല് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതങ്ങ് ചായ ഉണ്ടാക്കിയതാണ്. നോർമലായിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ വറുത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് പിന്നെ ഒരു ഗ്ലാസ് പാല് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് പിന്നെ റവയൊക്കെ ഇട്ട് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ സാധാരണ രീതിയിലുള്ള ഉപ്പുമാവ്. അതിലേക്ക് ഞാൻ തേങ്ങ ഇടാതെ വേവിച്ച പുട്ട് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത്രയുള്ള വ്യത്യാസം. അത് കുറച്ച് പഞ്ചസാര ഒരു ചെറുപഴം മിക്സ് ചെയ്തിട്ട് ചായം കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. സോ അത് തകൃതിയായിട്ട് നടക്കുന്നു. ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുമ്പോൾ
ഇവിടെ വരെ പറഞ്ഞ ശേഷം ഞാനിങ്ങനെ നിർത്തിയിട്ട് ഞാൻ ആലോചിക്കുക, എന്താ ഇപ്പം എനിക്ക് പറയാനുള്ളത്? ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 നാവ. അവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാനൊന്ന് ഫോൺ വെച്ചിട്ട് പോയിരുന്നെങ്കിലാണ്. അതിന് മാത്രം ഞാൻ കിടന്ന് ലോകവിവരം പറയും. അവരെ സമയവും പോവും. ഇപ്പം നോക്കുമ്പോൾ എനിക്കൊന്നും പറയാനങ്ങ് കിട്ടുന്നില്ല. ഞാൻ ഒരു 2 വർഷം മുന്നേ കോവിഡൊക്കെ വന്ന് ആ സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു ബുക്ക് എഴുതാം. ഡയറി, നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഡയറി എഴുതില്ലേ, ഓരോ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വല്ല ജീവിതാനുഭവങ്ങളും ഒക്കെ പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി. പിന്നെ കുറച്ച് ഭയങ്കര ബോറിങ്. കയ്യും കഥയൊന്ന് ഇതിന് മാത്രം ഞാൻ എൻ്റെ എക്സാമിന് പോലും എസ്സേക്ക് എഴുതിയിട്ടുണ്ടാവില്ല. അവസാനം ആ ബുക്ക് അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചു. ആ ബുക്ക് വാങ്ങാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേജിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ച കൂട്ടിയേക്കുന്നു. ആ ബുക്കിൻ്റെ ഭാഗം പോയിട്ട് 2 പേജ് പോലും തേച്ച് ഞാൻ എഴുതിയില്ല. ഓരോ സമയത്ത് ഓരോ വട്ടാണ്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു 3 വർഷമായില്ലേ, 3 വർഷത്തിനിടയ്ക്ക് അങ്ങോട്ട് വലിയൊരു മാറ്റം നടന്നു ഇവിടേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഒപ്പിടാൻ മറന്നുപോയി. ഒരു പ്രാവശ്യം എനിക്ക് ഒരു ചെറിയ സിറ്റുവേഷൻ വന്ന് ഞാൻ ബാങ്കിൽ പോയപ്പോൾ ബാങ്കിലുള്ള ആൾക്കാർ പറഞ്ഞു എൻ്റെ ഒപ്പ് മാച്ച് ആവുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സാറിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് എൻ്റെ ഒപ്പാണ്, ഞാനിട്ടതാന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. കുറേ കുത്തും പുള്ളിയും വള്ളിയൊക്കെ എന്തോ മാറ്റം വന്നിട്ടുണ്ട്, യോജിക്കുന്നില്ല, ശരിയാവുന്നില്ല, മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരും ചിരിക്കുക, എനിക്കും ചിരി വരിക. ചെറിയ എവിടെ ഒരു പിഴവ് വന്നതാണ്. നമ്മൾ കുറേ ആയില്ലേ നമ്മൾ ഒപ്പിട്ടിട്ടൊക്കെ. ഇപ്പം എല്ലാം ഓൺലൈനിലാണ്. നമ്മൾ ബുക്ക് നോർമലായിട്ട് പുസ്തകം എടുത്ത് വായിക്കുക, എഴുതുക, ഒപ്പിടുക, ഫോം പെന്ന് വെച്ച് ഫില്ല് ചെയ്യുക, അതൊക്കെ അങ്ങ് പോയി. ഇപ്പം എല്ലാം ഓൺലൈനാണ്. അതൊരു വലിയ മാറ്റമോ. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടെ വേണ്ടിയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ബുക്കൊക്കെ വാങ്ങിച്ച് എഴുത്തൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അവിടെ തുടക്കത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ബുക്കിൽ എഴുതിയാലും പിന്നെ ആ ബുക്ക് ആരെങ്കിലും കണ്ട് വായിച്ചാലോ എന്ന് കരുതിയിട്ട് അതും എന്താ പറയുക ഒളിപ്പിച്ച് വെച്ച് നടക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത്, ഇതിന് മാത്രം സീക്രട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വളരെയധികം എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന ഒരു പബ്ലിക് കാര്യങ്ങളാണ്. സോ ഇതിന് മാത്രം ഇപ്പോൾ സീക്രട്ട് എഴുതാൻ എന്താ ഉള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു വല്ല വീഡിയോ ഒക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞാൻ മൾട്ടിമീഡിയ ടീമിൽ നിന്നൊരാളാണ്. എനിക്ക് കുറച്ചൊക്കെ വിവരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എവിടെ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ. സമയം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം വർക്കും ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ. പക്ഷെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരിതിൽ ഞാനങ്ങ് വീഡിയോ ഇടാനങ്ങ് തീരുമാനിച്ച്. പിന്നെ കുറേ ആൾക്കാരൊക്കെ വീഡിയോസൊക്കെ കണ്ട് കമൻ്റൊക്കെ അടിച്ച് എന്നെ ഏറെ കയറ്റണം എനിക്ക് ഒരു ആഗ്രഹമില്ല കേട്ടോ. അതുകൊണ്ട് വിചാരിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാനൊരു പാവമാണ്. ആ യൂട്യൂബിൻ്റെ സൈഡില്ല, സൈഡിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോയിക്കോളാം, അത്രേ ഉള്ളൂ. ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനൊരു ദിവസം എനിക്ക് കടന്നു പോയിരുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിച്ചായിരുന്നു, ചെയ്തായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് എനിക്ക് സന്തോഷിക്കാമല്ലോ, ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഒരു ചെറിയ സന്തോഷം. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്നെ ഒരുപാട് ജഡ്ജ് ചെയ്യരുത് ആരും വന്നിട്ട്. എൻ്റെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ വളരെയധികം താങ്ക് യു. എനിക്കറിയില്ല ഇവരുടെ ഫീൽഡിലൊക്കെ എങ്ങനെയെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഞാനും എല്ലാവരെയും പോലെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. സോ ഉച്ചയ്ക്കുള്ള വീഡിയോ ഞാൻ വേറെ വീഡിയോ ഒക്കെ ഇടാൻ പ്ലാൻ ചെയ്യുകയാണ്. കാരണം കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ടായിരുന്നു. സോ ഈ വീഡിയോ നമുക്ക് ഇങ്ങനെ എൻഡ് ചെയ്യാം.
കേട്ടോ.